അവസാനം അത് തന്നെ സംഭവിച്ചു. സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ പദ്ധതികൾ വമ്പൻ ഹിറ്റായി എന്ന് സാരം. അതെ, ബി.ജെ.പിയെ പരാജയപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യവുമായി ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും കോൺഗ്രസിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് ഇരുവരും കോൺഗ്രസിൽ ഔദ്യോഗിക അംഗത്വം സ്വീകരിച്ചത്. AICC സംഘടനാ ജനറൽ സെക്രട്ടറി ഇരുവരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഇന്ത്യൻ റെയിൽവേയിലെ ജോലി രാജിവെച്ച ശേഷമാണ് വിനേഷ് ഫോഗട്ട് കോൺഗ്രസിൽ ചേർന്നത്. വിനേഷ് രാജിവെച്ചപ്പോൾ തന്നെ കോൺഗ്രസിലേക്ക് എന്ന അഭ്യൂഹം ശക്തമായിരുന്നു. സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾക്കെതിരെ പോരാടാൻ സന്നദ്ധമായ കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ ഭാഗമാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് പാർട്ടി പ്രവേശനത്തിനു പിന്നാലെ വിനേഷ് ഫോഗട്ട് പറഞ്ഞിരുന്നു. നെഞ്ചുപൊട്ടി അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളെ റോഡിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ ബി.ജെ.പി ഒഴികെയുള്ള എല്ലാ പാർട്ടികളും ഞങ്ങളെ പിന്തുണച്ചു. തെരുവു മുതൽ പാർലമെന്റ് വരെ പോരാടാൻ തയ്യാറുള്ള സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയിൽ ചേർന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. പോരാട്ടം ഇനിയും തുടരും, അത് അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ വിഷയം കോടതിയിലാണ്. ആ പോരാട്ടവും ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച പുതിയ വേദിയിലൂടെ രാജ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങൾ ഹൃദയം കൊണ്ടാണ് കളിച്ചിരിക്കുന്നത്. അതേ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. എന്റെ സഹോദരിമാരോട് പറയാനുള്ളത് ഞങ്ങൾ അവർക്കൊപ്പം തന്നെ ഉണ്ടെന്നാണ്. നിങ്ങൾക്ക് വേണ്ടി ആരുമില്ലെങ്കിലും ഞാൻ അവരോടൊപ്പം ഉണ്ടാകും. ഞങ്ങൾ മനസ്സിലാക്കിയത് അതാണ്. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നുവെന്നാണ് വിനേഷ് ഫോഗട്ട് വാശിയോടെ പറഞ്ഞത്. അതേസമയം തങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രീയമായിരുന്നുവെന്ന ബി.ജെ.പി IT സെൽ ആരോപണത്തിനെതിരെ ബജ്രംഗ് പൂനിയ രംഗത്ത് വന്നു. ഞങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രീയമായിരുന്നുവെന്നാണ് ബി.ജെ.പി പറയുന്നത്. അന്ന് പോരാട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ എല്ലാ ബി.ജെ.പി വനിതാ എംപിമാരോടും അഭ്യർത്ഥിച്ചുവെങ്കിലും ആരും ഒപ്പം നിന്നില്ല. സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടും അവർ തയ്യാറായില്ല. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കൊപ്പമാണ് ബി.ജെ.പി എന്ന് ഇപ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു. കോൺഗ്രസ് പാർട്ടിയെയും രാജ്യത്തെയും ശക്തിപ്പെടുത്താൻ ഞങ്ങൾ കഠിനമായി തന്നെ പ്രയത്നിക്കുമെന്നാണ് ബജ്രംഗ് പൂനിയ ഉറപ്പു നൽകിയിരിക്കുന്നത്. ഏതായാലും ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പുറത്തുവിട്ടപ്പോൾ അവർ വിനേഷിന് സീറ്റ് നൽകി നെഞ്ചോട് ചേർത്തു. ജൂലാന സീറ്റാണ് വിനേഷ് ഫോഗട്ടിന് കോൺഗ്രസ് നൽകിയത്. ഹരിയാനയിലെ 90 നിയമസഭാ സീറ്റുകളിൽ 31 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. കോൺഗ്രസിൽ ചേർന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് വിനേഷ് ഫോഗട്ടിന് ഹരിയാന തിരഞ്ഞെടുപ്പ് ടിക്കറ്റ് ലഭിച്ചത്. ഇതിനിടയിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ ഹരിയാന ബി.ജെ.പിയിൽ വൻ തർക്കമാണ് ഉടലെടുത്തത്. ഒക്ടോബർ 5-ന് നടക്കുന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള 67 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക കഴിഞ്ഞ ദിവസമായിരുന്നു ബി.ജെ.പി പുറത്തുവിട്ടത്. തൊട്ടു പിന്നാലെ നയബ് സൈനി മന്ത്രിസഭയിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തു വന്നിരുന്നു. ബി.ജെ.പി മന്ത്രി കോൺഗ്രസിൽ ചേരാനും സാധ്യത ഏറെയാണ്.